ഉളുഹിയത്ത് അറിവ് നടത്തുന്നതിൽ അഖീഖത്തിൻ്റെ അറിവിന് കരുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഉളുഹിയത്ത് മൃഗം ആടിനെ അറുക്കുകയാണെങ്കിൽ അതിൽ അഖീഖത്ത് കൂട്ടിക്കരുതാൻ പറ്റില്ല. അതേസമയത്ത് മാട് വിഭാഗത്തിൽപ്പെട്ട മൂരി, പോത്ത് തുടങ്ങിയത്, ഒട്ടകം, ഇതിൽ 7 പേർക്ക് വരെ ഉളുഹിയത്തിന് ഷെയർ ചേരാം എന്നുള്ളതാണ് നിയമം. ചേരുന്നതിന് കുഴപ്പമില്ല. ആ 7-ലെ ഓരോന്നും ഓരോ പൂർണ്ണ ഉളുഹിയത്താണ്. അങ്ങനെ വരുമ്പോൾ 7 പേരിൽ ഒരാൾ ഉളുഹിയത്ത്, മറ്റൊരാൾ അഖീഖത്തിൻ്റെ ഷെയർ, അങ്ങനെ ഉളുഹിയത്ത് അഖീഖത്തിൻ്റെ ഷെയറുകൾ വേറെ വേറെയായി എടുത്തു എന്ന് വിചാരിക്കാം. ഇനി അത് മാത്രമല്ല, ഇസ്ലാമിൽ അറുത്ത് കൊടുക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഹജ്ജിലോ ഉംറയിലോ ഒക്കെ വരികയാണെങ്കിൽ അപ്പോഴും ഈ ഷെയറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷെയർ അതിനു വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ അഖീഖത്ത് അറുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ ഉളുഹിയത്ത് മൃഗത്തിൽ തന്നെ ഒരു ഷെയർ ഞാൻ എൻ്റെ അഖീഖത്തിന് വേണ്ടിയാണ് ചേരുന്നത് എന്ന നിയത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്, ഒരു ആടിനെ മുഴുവനായും ഉളുഹിയത്ത് അറുക്കാൻ കരുതുന്ന ഒരാൾ, ഷെയറല്ല, ഒരു പോത്തിന് മുഴുവനായിട്ട് ഒരാൾ, ഒരു എണ്ണത്തിന് മുഴുവനായിട്ടും ഉളുഹിയത്ത് അറുക്കാൻ കരുതുകയാണ്. അങ്ങനത്തെ ആൾ ആ മുഴുവനായിട്ടും ഉളുഹിയത്ത് അറുക്കാൻ കരുതിയതിൽ അഖീഖത്തും ഉളുഹിയത്തും എന്ന് ഷെയർ എന്ന രൂപത്തിൽ വേർതിരിച്ച് പറയാതെ കരുതിയാൽ അത് രണ്ടും ശരിയാവുകയില്ല. അത് പറ്റില്ല. ഷെയർ ചേരുമ്പോൾ ഷെയറാക്കി നിയത്ത് വെക്കുമ്പോഴുള്ളൂ അഖീഖത്തും ഉളുഹിയത്തും നിയത്ത് ചെയ്യാൻ പറ്റുക.